പരിശുദ്ധ അമ്മയുടെ ജന്മദിനമായ സെപ്റ്റംബർ 8 തിങ്കളാഴ്ച തൃശൂർ അതിരൂപതയുടെ വിവിധ ദേവാലയങ്ങളിൽ നിന്നുള്ള 410-ലധികം മേരി നാമധാരികളുടെ സംഗമം ശതാബ്ദി ആഘോഷിക്കുന്ന തൃശൂർ പരിശുദ്ധ വ്യാകുലമാത ബസിലിക്ക തീർത്ഥാടന കേന്ദ്രത്തിൽ സംഘടിപ്പിക്കപ്പെട്ടു. ഓഫ് വൈറ്റ് വേഷധാരികളായി ബസിലിക്കയിലെത്തിയ എല്ലാ മേരി നാമധാരികളെയും ശിരസിൽ കിരീടം വെച്ചാണ് ബസിലിക്കയിലേക്ക് ആനയിച്ചത്. തിരുനാൾ കുർബാന റവറൻഡ് ഫാദർ സ്റ്റാർസൺ കള്ളിക്കാട് നടപ്പിച്ചു. തിരുനാൾ സന്ദേശത്തിൽ സൂര്യനെ ഇടയാടയാക്കിയ നമ്മുടെ ത്രിലോകരാജ്ഞിയായ അമ്മയെ കൂട്ടുപിടിച്ചാൽ മാത്രമേ പൈശാചിക ശക്തികളെ തകർക്കാൻ നമുക്ക് കഴിയൂ. സ്വർഗത്തിൽ വെച്ച് അനുഗ്രഹിക്കപ്പെട്ട പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചാൽ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ നിന്ന് ധാരാളം അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് റവറൻഡ് ഫാദർ സ്റ്റാർസൺ കള്ളിക്കാടൻ പറഞ്ഞു. ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന നമ്മളോട് പരിശുദ്ധ അമ്മ പറയുന്നത് ഇങ്ങനെയാണ്: പരിശുദ്ധ അമ്മയോട് നിനക്ക് അടുപ്പം ഉണ്ടാവണം. അമ്മ അനുഗ്രഹിക്കപ്പെട്ടത് സ്വർഗത്തിൽ വെച്ചേ അനുഗ്രഹം കിട്ടിയവളാണ്. നമ്മൾ മനുഷ്യർക്ക് ഭൂമിയിൽ വെച്ചാണ് അനുഗ്രഹം കിട്ടിയതെങ്കിൽ പരിശുദ്ധ മറിയത്തിന് സ്വർഗത്തിൽ വെച്ച് അനുഗ്രഹം കിട്ടിയ സ്ത്രീയാണ്. ആ സ്ത്രീയുടെ മക്കളായ നമ്മൾ അമ്മയോട് ചേർന്ന് ജീവിക്കാൻ തുടങ്ങിയാൽ സ്വർഗത്തിന്റെ അതേ അനുഗ്രഹത്തിന്റെ വഴികള് നിന്റെ ജീവിതത്തിൽ ഇന്ന് ലഭിക്കും. നീ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന സമയം മുതൽ സ്വർഗം ഇങ്ങനെ അനുഗ്രഹിക്കുന്നത് നീ ഇങ്ങനെ കൺമുമ്പിൽ കാണുന്നതായിട്ട് മാറും. ഇത് ഒന്നാമത്തെ പ്രത്യേകതയാണ്. അപ്പൊ നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ ഒരു കുഞ്ഞുവാവയായിട്ട് ഇന്ന് മാറണം. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ആരാധനയും വ്യാകുലമാതാവിന് തിരുശേഷിപ്പിന്റെ വണക്കവും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. ബസിലിക്ക ഡയറക്ടർ റവറൻഡ് ഫാദർ തോമസ് കാക്കശ്ശേരി, അസിസ്റ്റന്റ് വികാരി ഫാദർ പ്രിൻസ് ചെറുതാണിക്കൽ, നടത്തു കൈക്കാരൻ ടി ജോസഫ്, കൺവീനർ PJ ജോണി എന്നിവരാണ് മേരി നാമധാരികളുടെ സംഗമം സംഘടിപ്പിക്കാൻ നേതൃത്വം നൽകിയത്.